ജോലി സ്ഥലങ്ങളിലെ അന്ധവിശ്വാസം. വർക്ക് പ്ലേസിൽ നമ്മൾ പൂജകൾ ചെയ്യുന്നുണ്ടല്ലോ, ജീവിക്കുന്നവരെ അന്ധവിശ്വാസികൾ, അതൊരു അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എനിക്ക് തോന്നുന്നു യങ്സ്റ്റർ ആയിട്ടുള്ള ആളാണെന്ന്. അവരുടെ ആങ്സൈറ്റി, ഒരു ഡിസിഷൻസ് എടുക്കുമ്പോൾ അവർ കുറച്ചും കൂടി കെയർഫുള്ളാണ്. ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു കമ്പനി സെറ്റ്. ദി അതർ സൈഡ് ഐ ഹാവ് സീൻ, അവർ ബാഡാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. എനിക്കത് ഞാൻ അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്. ഇത് മാത്രമാണ് കറക്റ്റ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ ജോലി സ്ഥലങ്ങളിലെ അന്ധവിശ്വാസം. ഈ ടോപ്പിക്ക് ഞാൻ കവർ ചെയ്യാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ഇട്ട വീഡിയോ, അതായത് ഇൻറ്റ്യൂഷൻസ് ഇൻ വർക്ക് പ്ലേസ് എന്നൊരു വീഡിയോയുടെ എനിക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു. വർക്ക് പ്ലേസിൽ നമ്മൾ പൂജകൾ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? അപ്പോൾ ഈ ഇൻറ്റ്യൂഷൻസ് വർക്ക് പ്ലേസിൽ പോസിബിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓവേർട്ട്ലി ആയിട്ടുള്ള വിശ്വാസങ്ങൾ അന്ധവിശ്വാസം എന്ന് പറയുന്നു അല്ലേ. ഒരു മെജോറിറ്റി ഓഫ് ആളുകൾ ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വിശ്വാസത്തിൽ മാത്രം അതീതമായി ജീവിക്കുന്നവരെ അന്ധവിശ്വാസികൾ, അതൊരു അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി അയച്ച മെസ്സേജ് ആണെന്ന് തോന്നുന്നു. ജോലി സ്ഥലങ്ങളിലെ ഇങ്ങനെയുള്ള പ്രക്രിയകളെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? അപ്പോൾ ഇൻറ്റ്യൂഷൻസ് വർക്ക് പ്ലേസിൽ അലൗഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അലൗഡ് അല്ലല്ലോ എന്നൊരു മെസ്സേജ് എനിക്ക് റിസീവ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അപ്ബ്രിങ്ങിങ് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വണ്ടി വാങ്ങി, അപ്പോൾ നമ്മളത് കൊണ്ടുപോയി ഒന്ന് പൂജിച്ചിട്ടാണ് പിന്നെ അത് ഉപയോഗിക്കുകയുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു പൂജ നടത്തിയിട്ടാണ് നമ്മൾ ആ കമ്പനിയിലെ ഫസ്റ്റ് ജോലി തന്നെ തുടങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വീട് വെച്ചു, അവിടെയും പൂജയിൽ നിന്നാണ് നമ്മളെല്ലാം തുടങ്ങുന്നത്. അത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്നുള്ളത് അതൊക്കെ പേഴ്സണൽ ചോയ്സസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ഓർഗനൈസേഷനാണ് ഏത്? ഇസ്രോ, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അവിടെ വരെ നമ്മൾ എന്താ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ വലിയൊരു പൂജ നടത്തിയിട്ട് ദൗത്യത്തിന് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ദൗത്യത്തിൻ്റെ ബിഗിനിങ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് തന്നെ ഒരു പൂജ നടത്തിയിട്ടാണ് അല്ലേ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടുത്തെ പ്രോമിനൻറ്റ് പേഴ്സണാലിറ്റീസ് എല്ലാം നമ്മുടെ അമ്പലങ്ങളിൽ വന്നിട്ട് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പൂജകളുടെ ഭാഗമാകുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിനെ ജോലി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരണോ എന്നുള്ളതൊക്കെയാണ് എനിക്ക് തോന്നുന്നു യങ്സ്റ്റർ ആയിട്ടുള്ള ആളാണെന്ന് യങ്സ്റ്റേഴ്സിനൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം. അതിനെ എനിക്ക് പേഴ്സണലി പൂജ ചെയ്യുന്നതിന് ഞാൻ അന്ധവിശ്വാസമായിട്ട് കാണുന്നില്ല, അതൊരു വിശ്വാസമായിട്ടാണ് കാണുന്നത്. എസ്പെഷ്യലി സ്പേസ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ല, ഭൂമിയിലേ നമുക്ക് കൺട്രോൾ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ സ്പേസിനെയാണ് അക്കോംപ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്, സ്പേസിൽ പോയിട്ട് ഒരു പ്രോജക്റ്റാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അവിടെ എന്തുമാത്രം കൺട്രോൾലെസ് ആണ്, എന്തുമാത്രം മീനിങ്ലെസ് ആണ് നമ്മൾ ആസ് ഹ്യൂമൻസ്. അപ്പം അങ്ങനെ മനുഷ്യർ എന്നുള്ള ഒരു നിലയിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു ഹയർ പവറിൽ വിശ്വസിച്ച് പോവുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എനിക്കറിയില്ല ഇതൊക്കെ എത്രമാത്രം ഫീസിബിൾ ആണെന്ന്. ഞാൻ എൻ്റെ ലെവലിൽ നിന്നുകൊണ്ടാണ് ഈ ടോപ്പിക്കിനെ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇഫ് യു ഹാവ് മോർ നോളജ്, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദീസ് തിങ്സ്, പ്ലീസ് ഡു ഷെയർ. എനിക്ക് കേൾക്കാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാനിവിടെ ഈ ടോപ്പിക്കിനെ കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഹയർ ബീയിങ് അല്ലെങ്കിൽ ഒരു ഹയർ പവർ ഓഫ് എനർജിയിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. എസ്പെഷ്യലി നമുക്കൊരു കൺട്രോൾ ഇല്ലാത്ത ഒരു സ്പേസിൽ ഉള്ള ഒരു പ്രോജക്റ്റിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുമ്പോൾ, അപ്പോൾ അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ്. നമുക്ക് ഒരിക്കലും അതിന് അന്ധവിശ്വാസമായിട്ട് ബ്രാക്കറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് പ്രൈമറിലി നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളെ തന്നെയാണ്. ആൻഡ് ഞാനിത് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് ഒരു പ്രീവിയസ് വീഡിയോയിൽ. നമ്മളെ തന്നെ വിശ്വസിച്ചിട്ട് നമ്മൾ വേറൊരു ഹയർ ബീയിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ലൈഫിൽ റിസ്ക് ഫാക്ടേഴ്സ് എടുക്കാനും നമ്മൾ എന്താണ് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു, എസ്പെഷ്യലി ഇൻ എ പ്രൊഫഷണൽ സെറ്റപ്പ് അല്ലേ. ഇപ്പം നമ്മൾ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നവർ അവരെപ്പോഴും ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യണം. അവരെപ്പോഴും എങ്ങനെ ഒരു ഓർബിറ്റിന്
എങ്ങനെ ഓർബിറ്റിൽ ഒരു സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യാം, എങ്ങനെ ഒരു എഫിഷ്യൻറ്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു പ്രോജക്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് എന്താണ് കൺസിസ്റ്റൻ്റ്ലി തിങ്ക് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്ന ആളുകളാണ്. ഞാനൊരു നോർമൽ ആളുകളെ വെച്ച് കമ്പയർ ചെയ്തിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു സെൽഫ് ബിലീഫ് കൂടുതലായിരിക്കണം. കാരണം അവർ എടുക്കാൻ പോകുന്ന റിസ്ക് ഈസ് ഹ്യൂജ്. ഒരു കൺട്രി മാത്രമല്ല അവരെ ഉറ്റുനോക്കുന്നത്, അവരുടെ പ്രോജക്റ്റിനെ ഉറ്റുനോക്കുന്നത്, വേൾഡ് മൊത്തമാണ് അവരുടെ പ്രോജക്ട്സിനെ ഉറ്റുനോക്കുന്നത് അല്ലേ. ഇപ്പം ഇസ്രോ ഒരു വേറൊരു കൺട്രിയുടെ സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഹോൾ വേൾഡ് ആ പ്രോജക്റ്റിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഭയം അല്ലെങ്കിൽ ആ റിസ്ക് ഫാക്ടർ ടാക്കിൾ ചെയ്യാനുള്ള അവരുടെ ആങ്സൈറ്റി അതെല്ലാം കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരുപാട് ആത്മവിശ്വാസമുള്ളവരായിരിക്കണം. എനിക്ക് തോന്നുന്നു ആ ആത്മവിശ്വാസം എന്നുള്ളത് ആൻഡ് ആ യൂണിവേഴ്സിലുള്ള വിശ്വാസം തന്നെ നമ്മളിലേക്ക് വരുമ്പോഴാണ് ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് വിശ്വാസമായിട്ട് കൺസിഡർ ചെയ്യാമെന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ എൻ്റെ പേഴ്സണൽ പോയിന്റ് ആണ് കേട്ടോ ഇത് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, വെൻ ഐ അനലൈസ്ഡ് ഇങ്ങനെയുള്ള പ്രൊഫഷണൽസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്, അവരുടെ ജോബിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു പോയിന്റാണ് ഇത്. പിന്നെ അനദർ തിങ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, എപ്പോഴും ആ ഒരു ഹയർ പവറിൽ വിശ്വാസമുള്ളവർ അല്ലെങ്കിൽ ദൈവവിശ്വാസികൾക്ക് എപ്പോഴും അവർ ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോൾ അവർ കുറച്ചും കൂടി കെയർഫുള്ളാണ്. അവർ വേറൊരാളെ ഹേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ വേറൊരു പ്രോജക്റ്റിനെ ഹേർട്ട് ചെയ്യാനും വേറൊരു കൺട്രി അല്ലെങ്കിൽ വേറൊരു പീപ്പിളിനെയൊക്കെ വേറൊരാളെ ഹേർട്ട് ചെയ്യാൻ ദൈവവിശ്വാസമുള്ളവർ എപ്പോഴും കുറച്ച് ദേ ആർ ലൈക്ക് അയ്യോ അത് വേണ്ട, അത് അത്ര ശരിയുള്ള കാര്യമല്ല എന്ന് ഒരു 10 times തിങ്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊരു ദൈവഭയം, ഒരു ഹയർ പവറിലുള്ള ഒരു ഭയം, മേ ബി ഇഫ് ഐ ഡു ദിസ് റോങ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് നെഗറ്റീവായിട്ട് വരുമോ എന്നുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ബിക്കോസ് ഞാൻ പ്രോജക്ട്സ് ഒരു ഹൈലി വിശ്വാസിയായിട്ടുള്ള ഒരു കമ്പനിയുടെ ആയിട്ട് ഹൈലി വിശ്വാസമുള്ള ഓണേഴ്സ് ഉള്ള ഒരു കമ്പനീനെ ആയിട്ട് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു കമ്പനി സെറ്റപ്പുമായിട്ടും ഞാൻ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 2 സെറ്റപ്പിലും ഞാൻ കണ്ടുള്ള കോൺട്രഡിക്ഷൻസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ദൈവഭയം അല്ലെങ്കിൽ വിശ്വാസമുള്ള കമ്പനിയിലെ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ എപ്പോഴും എല്ലാത്തിനും മുന്നോട്ട് കുറേ പൂജകൾ ചെയ്യും. എന്നിട്ട് അവർ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഇത് എല്ലാം ഓക്കെ ആണ്, അല്ലെങ്കിൽ ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴും ഇത് നെഗറ്റീവായിട്ട് ആരെങ്കിലും ഇമ്പാക്റ്റ് ചെയ്യോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ, പ്രോപ്പർ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് എല്ലാം ലീഗലാണോ എന്ന് നോക്കിയിട്ട് മാത്രം പ്രൊസീഡ് ചെയ്യുന്നവരാണ്. ദി അതർ സൈഡ് ഐ ഹാവ് സീൻ, അവർ ബാഡ് ആണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, അവർ കുറച്ചും കൂടി ഈസിലി റിസ്ക് ടേക്ക് ചെയ്യാൻ കുറച്ചും കൂടി അവർ ഓക്കെ ഈ പ്രോജക്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം, റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്, ഓക്കെ ഇതൊക്കെയാണ്, ഓക്കെ അത് നമ്മൾ എങ്ങനെയെങ്കിലും ടാക്കിൾ ചെയ്തോളാം, അത് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യം, നമ്മളത് ടാക്കിൾ ചെയ്യാം. അപ്പോൾ അവർക്കൊരു വേറെ തരം കോൺഫിഡൻസ്, ഇങ്ങനെ വിശ്വാസികൾക്ക് വേറെ തരം കോൺഫിഡൻസ്. അവർ കുറച്ചും കൂടിയും ഭയത്തിലുള്ള കോൺഫിഡൻസ്, ആ വിശ്വാസം ഇല്ലാത്ത ഈ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് കമ്പനീനെ ഞാൻ കണ്ടത്, ഈ കമ്പനിയിൽ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടത് ദേ ഹാൻഡിൽ തിങ്സ് ഡിഫറെൻ്റ്ലി. കുറച്ചും കൂടി റിസ്ക് എടുക്കാം ആൻഡ് ദെൻ വി വിൽ സോർട്ട് ഔട്ട്. എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ സോർട്ട് ഔട്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി. അപ്പോൾ ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്. അത് ഒന്ന് ശരി ഒന്ന് തെറ്റ് എന്നൊന്നും പറയാൻ എനിക്ക് ഐ നെവർ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. ആരും ഒരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെയും ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. സോ എവറിബഡി ഹാസ് ദ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. പിന്നെ ഒരു പോയിന്റ് കണ്ടത്, നിങ്ങൾ ഒരു സ്റ്റാൻഡ് എപ്പോഴും എടുക്കുന്നില്ല, ഒരു പോയിന്റ് എക്സാക്ട്ലി നിങ്ങളത് പറയണം, ഇതാണ് നിങ്ങളുടെ പോയിന്റ്, ഇതാണ് നിങ്ങളുടെ വ്യൂ എന്ന് സ്റ്റബേണായിട്ട് പറയണം. ഞാൻ അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്. എനിക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, ദിസ് ഈസ് ദ പോയിന്റ് ദാറ്റ് ഐ സ്റ്റാൻഡ് ബൈ, ദിസ് ഈസ് വാട്ട് ഐ ബിലീവ് ഇൻ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബട്ട് ദെൻ സ്ലോലി ലൈഫ് ഹാപ്പൻഡ്. ജീവിതം കൂടുതൽ മനസ്സിലാക്കി, ആളുകളെ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി
ഫ്ലെക്സിബിൾ ആയിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഒരിക്കലും ഒരു സൊല്യൂഷൻ മാത്രമാണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ജീവിക്കൽ ഈസ് നോട്ട് പോസിബിൾ. അപ്പം നമ്മളെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കും ബെറ്റർ, ചുറ്റുമുള്ളവർക്കും ബെറ്റർ എന്ന് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ടും എൻ്റെ എക്സ്പീരിയൻസസ് കൊണ്ടും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് മാത്രമാണ് കറക്റ്റ് അല്ലെങ്കിൽ ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ലൈഫിനെയോ ഡിസിഷൻ മേക്കിങ്ങിനെയോ കാണുന്നത് പ്രാക്ടിക്കൽ അല്ല എന്ന് എൻ്റെ എക്സ്പീരിയൻസസിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ദർ ആർ ഗ്രേ ഏരിയാസ് ഇൻ every part of our lives. There are gray areas in every decision making. എല്ലാ സിറ്റുവേഷൻസിനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ഗ്രേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഒന്നും നമുക്ക് തറപ്പിച്ചിട്ട് പറയാൻ പറ്റില്ല ഓക്കെ ഇത് മാത്രമാണ് കറക്റ്റ്, ഇത് മാത്രമാണ് ശരി. അപ്പം നമ്മളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. നമ്മളൊരു ഒരു ഓപ്പൺ സജഷൻസിന് എപ്പോഴും അപ്പം മാത്രമാണ് ഇന്നോവേഷൻസ് നടക്കുള്ളൂ. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഐഡിയാസ് വരുമ്പോൾ മാത്രമാണ് അവിടെ ഇന്നോവേഷൻസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് ശരി, നമ്മളുടെ ഡിസിഷൻസ് മാത്രമാണ് കറക്റ്റ്, ഇങ്ങനെ ഒരു വേ മാത്രമാണ് ടു ദ ഫ്യൂച്ചർ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഫോർവേഡായിട്ട് പോകാനുള്ള ഐഡിയാസിനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇന്നോവേഷൻസ് വേണം, പുതിയ സാധനങ്ങൾ നമുക്ക് ലൈഫിൽ നമ്മളെ തന്നെ റെനോവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേരിയസ് കൈൻഡ്സ് ഓഫ് ഐഡിയാസിനെ ആക്സെപ്റ്റ് ചെയ്ത് ഉൾക്കൊണ്ട് നമ്മളിലും ആ മാറ്റം വരുത്തി നമ്മുടെ ചുറ്റും ആ മാറ്റങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മളും ഒരു ഡെവലപ്ഡ് അല്ലെങ്കിൽ ഒരു ഹയർ സെൽഫ് ആക്ച്വലൈസേഷൻസിൽ എത്തുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അഗ്രസീവായിട്ട് അഡമൻ്റായിട്ട് ഒരു പോയിന്റിൽ മാത്രം നിൽക്കാതെ ഡിഫറെൻറ്റ് ബോത്ത് ദ സൈഡ്സ് കവർ ചെയ്യാൻ ഓരോ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓരോ ബിലീഫ് സിസ്റ്റത്തിനും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഓർ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ് കൊണ്ടുവരാൻ ഇവിടെയുള്ള ഡിസ്കഷൻസിൽ ശ്രമിക്കുന്നത്. ആൻഡ് ആസ് ഓൾവേസ് നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് ഐ ലുക്ക് ഫോർവേഡ് ടു. And thank you for spending your time here. Until we meet next time. Thank you and bye-bye.